ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയപ്പവും കടലക്കറിയും ഒരുമിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. വെള്ളക്കടലയാണ് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സവാളയും തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ വെച്ചു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സവാള നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് വെള്ളക്കടലയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള കുക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സവാള, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. കടലയുടെ നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കടലക്കറി നമുക്ക് നല്ല കൊഴുപ്പുള്ള ചാറോട് കൂടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തട്ടൊക്കെ നമ്മൾ എടുത്തു വെച്ചു. ഇനി ഇതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തൊന്ന് കൈകൊണ്ട് നമ്മളൊന്ന് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തട്ടിൽ നമ്മൾ ആദ്യം കുറച്ച് തേങ്ങാപ്പീര നമ്മൾ ഇട്ട് കൊടുക്കും. അതിനുവേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓയിലൊക്കെ നല്ല രീതിയിൽ തൂത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് തേങ്ങ ചിരക്കിയത് നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ വേവിക്കാൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലൊരു ചെറിയ സ്റ്റീൽ ബൗളാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം അതിലേക്കാണ് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇടിയപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എന്ത് സ്ഥിതിക്ക് നമുക്കിത് വെളിയിലോട്ട് എടുക്കാം. ഇനി അതേ നമ്മുടെ കടലക്കറിയും അതുപോലെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കടലക്കറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ വളരെ ക്വിക്കായിട്ട് ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം.